ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് ബൈ അഗിസ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ആനുവൽ എക്സാമിനേഷൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും സംശയമാണ് എന്തൊക്കെ കാര്യങ്ങളാണ്, ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക എന്നുള്ളത്. അപ്പം അതൊന്ന് നമുക്കൊന്ന് മിനിമൈസ് ചെയ്യുക, ആ ഒരു ടെൻഷനൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് എന്തൊക്കെയാണ് വരിക, അത് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉത്തരം എഴുതേണ്ടതെന്നൊക്കെയാണ് ഇനി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കൂളായിട്ടിരിക്കുക, നമുക്ക് സിമ്പിളായിട്ട് പോയിട്ട് പരീക്ഷ എഴുതി പോരാന്നേ, ഡോണ്ട് വറി കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് 1 മാർക്സിന്റെ ഏരിയ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ബാക്കിയുള്ളതിലേക്കൊക്കെ ഒന്ന് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ ബുക്ക് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി വാസ് റിട്ടൺ ബൈ. അതായത് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം എഴുതിയത് ആരാണെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ദാറ്റ് ഈസ് JM കെയ്ൻസ് ആണ് അതിന്റെ ശരിയായ ഉത്തരം. സോ ഇതൊരു 1 മാർക്കിന് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ബുക്ക് എഴുതിയിട്ടുള്ള ആളുടെ പേര്, ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, ആരാണ് എഴുതിയിട്ടുള്ളത്? JM കെയ്ൻസ് ആണ്. അടുത്തൊരു ചോദ്യം: പ്രോഫിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡാഷ്. അതായത് ലാഭം എന്ന് പറയുന്നത് ഏത് രണ്ട് വാല്യൂസ് അല്ലെങ്കിൽ ഏത് രണ്ട് കോൺസെപ്റ്റ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ ഈസ് ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ഒരു ഫേമിന് ഉണ്ടാകുന്ന ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും കൂടി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഫേമിന് 5 ലക്ഷം രൂപ ഒരു റവന്യൂ കിട്ടി, ആ ഒരു ഫേമിന് തന്നെ 3 ലക്ഷം രൂപ എന്തുണ്ടായിട്ടുണ്ട്? കോസ്റ്റും വന്നിട്ടുണ്ട്. സോ ആ ഒരു ഫേമിന് ലാഭമാണോ നഷ്ടമാണോ? അതായത് റവന്യൂ ആണ് കോസ്റ്റിനേക്കാൾ ഉയർന്നു നിൽക്കുന്നതെങ്കിൽ നമുക്ക് ലാഭമാണ്, തിരിച്ചാണെങ്കിൽ ലോസ് ആണ്. സോ എന്താണ് ഉത്തരം? ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആക്ച്വലി പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: അറ്റ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ് ദ ഫേം ഫേസസ് ഡാഷ്. ബ്രേക്ക് ഈവൻ പോയിന്റിൽ ഫേം എന്താണ് ഫേസ് ചെയ്യുന്നത്? അത് നോർമൽ പ്രോഫിറ്റ് ആണ്. നോർമൽ പ്രോഫിറ്റ് ആണ്, അതായത് സാധാരണ ലാഭമാണ് ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിൽ ഒരു ഫേം ഫേസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ദ വാണ്ട് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. അതായത് ഒരു പ്രൊഡക്റ്റിന് ഒരാളുടെ ആവശ്യം സംതൃപ്തീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ എന്താണ് വിളിക്കുക? അതിനെ വിളിക്കുന്ന പേരാണ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്നാണ് അത് നമ്മൾ പറയുക. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ, ഇപ്പോൾ എനിക്ക് ദാഹിക്കുന്നു, അപ്പോൾ എൻ്റെ ദാഹം എന്ന് പറയുന്ന ആ ഒരു തേഴ്സ്റ്റ് എനിക്ക് മറികടക്കണം. അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ യൂസ് ചെയ്യാം. അപ്പൊ ആ ഒരു ബോട്ടിലിന് എൻ്റെ ആ ഒരു തേഴ്സ്റ്റിനെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി ഉണ്ട്. അത് ഞാനാണ് പറയേണ്ടത് അതിന് യൂട്ടിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. എൻ്റെ നീഡാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? സാറ്റിസ്ഫൈ ചെയ്യപ്പെടേണ്ടത്. സോ ദ വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റിയെ വിളിക്കുന്ന പേരാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഞാനൊരു 4 കാര്യം പറയാം. അതിലേതാണ് വേരിയബിൾ സ്റ്റോക്ക്? അതായത് വേരിയബിൾ സ്റ്റോക്ക് വേരിയബിൾ ഏതാന്ന് നിങ്ങൾ പറയാം. നമുക്ക് 2 കോൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട്, സ്റ്റോക്കും അതേപോലെ തന്നെ ഫ്ലോയും. അപ്പൊ ഇതിൽ സ്റ്റോക്ക് വേരിയബിൾ ഏതാന്ന് നിങ്ങൾ പറയണം. വെൽത്ത്, ഇൻകം, ഇൻവെസ്റ്റ്മെന്റ്, GDP. പറയൂ, ഏതാണ് നമ്മുടെ സ്റ്റോക്ക് വേരിയബിൾ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. ആലോചിച്ച് വെച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഒരു ഉത്തരം പറയാണ്, അത് വെൽത്ത് ആണ്. കാരണം വെൽത്ത് നമുക്കൊരു പോയിന്റ് ഓഫ് ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഈ പറഞ്ഞ ഇൻകം ആവട്ടെ, ഇൻവെസ്റ്റ്മെന്റ് ആവട്ടെ, GDP ആകട്ടെ, ഇതൊന്നും നമുക്ക് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്തെടുക്കാൻ പറ്റില്ല. അതൊരു ഓവർ പീരീഡ് ഓഫ് ടൈമിൽ മാത്രമേ നമുക്ക് അതിന്റെ എന്താണ് അതിന്റെ ഒരു അളവ് എന്നുള്ളത് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു പീരീഡ് ഓഫ് ടൈമിൽ, ഇപ്പൊ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ, 10 വർഷത്തിനുള്ളിൽ, അങ്ങനെ ഒരു പീരീഡ് ഓഫ് ടൈമിനുള്ളിലാണ് നമ്മൾ ഒരു കാര്യം അളക്കുന്നതെങ്കിൽ, മെഷർ ചെയ്യുന്നതെങ്കിൽ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് ഫ്ലോ വേരിയബിൾ. ഇതിലിപ്പോ ഇൻകം, ഇൻവെസ്റ്റ്മെന്റ്, GDP ഇതൊക്കെ എന്താ? ഫ്ലോ വേരിയബിൾ ആണ്. എന്നാൽ വെൽത്ത് എന്ന് പറയുന്നത് നമുക്കൊരു പോയിന്റ് ഓഫ് പീരീഡിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ? സോ ഇതിലേതാ സ്റ്റോക്ക് വേരിയബിൾ? ദാറ്റ് ഈസ് വെൽത്ത് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ കറന്റ് അക്കൗണ്ട് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ്? BOP. നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് അതിൽ ഇട്ടിട്ടുണ്ട്. BOPന്റെ ബാലൻസ് ഓഫ് പെയ്മെന്റ്, അതിൽ വിസിബിൾ ഗുഡ്സ് വരുന്നുണ്ട്, ഇൻവിസിബിൾ ഗുഡ്സ് വരുന്നുണ്ട്. മെയിൻ ആയിട്ട് ട്രേഡ് ഇൻ ഗുഡ്സ് ആണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ പറയുന്നത്. ട്രേഡ് ഇൻ ഗുഡ്സ്. ക്ലിയർ? സോ ട്രേഡ് ഇൻ ഗുഡ്സ് ആണ് നമ്മൾ BOP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ?
അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കുക. വേറൊരു ചോദ്യം, ദ മാർക്കറ്റ് വിത്ത് ഫ്യൂ സെല്ലേഴ്സ്, വളരെ കുറച്ച് മാത്രം വിൽപ്പനക്കാരുള്ള മാർക്കറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഉണ്ട്: പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഒളിഗോപൊളി, മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, മോണോപൊളി. ഉത്തരം എന്ന് പറയുന്നത് ഒളിഗോപൊളിയാണ്. ഇതിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ ലാർജ് എന്താ പറയുക സെല്ലേഴ്സും ഉണ്ടാവും, ലാർജ് ആയിട്ട് ബയേഴ്സും ഉണ്ടാവും, അതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. എന്നാൽ മോണോപ്പൊളി നോക്കി, മോണോപ്പൊളി വെച്ചാൽ ഒരൊറ്റ ഒരു സെല്ലർ മാത്രമേ അവിടെ ഉണ്ടാവത്തുള്ളൂ. മോണോപ്പൊളിയാണ്, കുത്തകയാണ്. ഒളിഗോപ്പൊളിയിൽ ഫ്യൂ സെല്ലേഴ്സ്. ക്ലിയർ? ആൻഡ് വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇലാസ്റ്റിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതില് നമുക്കൊരു നമ്മളോട് ചോദിക്കുകയാണ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 0 ആകണമെങ്കിൽ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അതിൽ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, പ്രൈസ് ഇലാസ്റ്റിസിറ്റി 0 ആകണമെങ്കിൽ, 0 ആകുമ്പോൾ അതിന്റെ ഡിമാൻഡ് കർവ് നമ്മുടെ വൈ ആക്സിസ് ഉണ്ടല്ലോ, വൈ ആക്സിസ്, ആ വൈ ആക്സിസിന് വെർട്ടിക്കൽ ആയിട്ടായിരിക്കും. അതായത് ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിന് എന്ത് വരിക, ആ ഒരു പെർട്ടിക്കുലർ ഡിമാൻഡ് കർവ് വരിക. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 0, ദ ഡിമാൻഡ് കർവ് വിൽ ബി പാരലൽ ടു ദ വൈ ആക്സിസ്. വൈ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും ഉണ്ടാവും. അതേസമയത്ത് ഇൻഫിനിറ്റി ആണെന്ന് വിചാരിക്കുക, വാല്യൂ ഇ ഡി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡിമാൻഡ് കർവ് നമ്മുടെ ഈ ഒരു എക്സ് ആക്സിസ് ഉണ്ടല്ലോ, എക്സ് ആക്സിസ്, അതിന് പാരലൽ ആയിട്ടായിരിക്കും ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. വേറൊരു ക്വസ്റ്റ്യൻ, ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് വിത്ത് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ദ ഇക്വിലിബ്രിയം പ്രൈസ്. അതായത് ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലെ ഇക്വിലിബ്രിയം പ്രൈസ്, അതായത് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് അത് ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് എ സിക്ക് എന്തായിരിക്കും, മിനിമം ആയിട്ടായിരിക്കും അത് ഉണ്ടാവാം. പിന്നെ ദ റേഷ്യോ ഓഫ് നോമിനൽ ജി ഡി പി ടു റിയൽ ജി ഡി പി. നോമിനൽ ജി ഡി പിയും റിയൽ ജി ഡി പിയും തമ്മിലുള്ള ഒരു റേഷ്യോ, നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി എന്ന് പറയുന്നത് അതെന്താണ്, എന്തോ ഒരു സംഭവം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണത്. അതിന്റെ പേര് ജി ഡി പി ഡിഫ്ലേറ്റർ എന്നാണ്, ജി ഡി പി ഡിഫ്ലേറ്റർ. ക്ലിയർ അല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. സോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് നിങ്ങൾക്ക് മാർച്ച് 2022 ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതേപോലെ തന്നെ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നോക്കി വെക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് യൂസ്ഡ് ആൻഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. അതായത് ഉൽപാദനത്തിന് ഉപയോഗിച്ചിട്ടുള്ള ഇൻപുട്സ് ഉണ്ടാവല്ലോ, അത് നിർമ്മിച്ച ഉൽപ്പന്നവും അതിന്റെ ഒരു ഔട്ട്പുട്ടും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ എന്താണ് വിളിക്കുക? അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നാണ് അത് വിളിക്കുക. ആൻഡ് സ്റ്റീൽ ഷീറ്റ്സ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓട്ടോമൊബൈൽസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. അതായത് വാഹനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉരുക്കുപാളികൾ എന്തിനു ഉദാഹരണമാണ്? അത് കൺസ്യൂമർ ഡ്യൂറബിൾ ആണോ, ഫൈനൽ ഗുഡ് ആണോ, അതോ കൺസംഷൻ ഗുഡ് ആണോ, ഇന്റർമീഡിയറ്റ് ഗുഡ് ആണോ? ഇതിൽ ഏത് ഗുഡാണ് അതെന്നാണ് ചോദ്യം. ആൻസർ ഈസ് അതൊരു ഇന്റർമീഡിയറ്റ് ഗുഡാണ്. അതായത് ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ സംഭവങ്ങൾ യൂസ് ചെയ്യാറില്ല. ഇപ്പൊ നമ്മൾ തന്നെ ഒരു ഇതുമായിട്ട് ബന്ധമല്ല കേട്ടോ, വേറെ രീതിയിൽ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തന്നെ ഒരു കഴിക്കാൻ നല്ല ഒരു ഫുഡ് ഉണ്ടാക്കണം, ഒരു ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചോളൂ. അപ്പൊ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതിലേക്ക് വേണ്ടിയിട്ട്. അതിന്റെ സ്പൈസസ്, ചിക്കൻ, അതേപോലെ തന്നെ അതിലേക്ക് നമ്മൾ തൈര്, കുറെ സംഭവങ്ങൾ നമ്മൾ അതിലേക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ അതിന്റെ ഇന്റർമീഡിയറ്റ് കൂടി, ഇതെല്ലാം ആയി വരുന്ന ആ ഫൈനൽ പ്രൊഡക്റ്റ് ആണ് ആ ബിരിയാണി എന്ന് പറയുന്നത്. അതുപോലെ എനിക്ക് കഴിക്കാനൊക്കെ തോന്നുന്നു ബിരിയാണി. സോ അതുപോലെ ഇവിടെ സ്റ്റീൽ ഷീറ്റ്സ് എന്താണ്, ഓട്ടോമൊബൈൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാകുമ്പോൾ സ്റ്റീൽ ഷീറ്റ്സ് എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ്, ഇന്റർമീഡിയറ്റ് ഗുഡാണ്. ദാറ്റ്സ് നോട്ട് എ ഫൈനൽ ഗുഡ്. അത് നമ്മൾ യൂസ് ചെയ്തിട്ട് വേറൊരു പ്രൊഡക്റ്റ് നമ്മൾ അവിടെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ അതൊരു ഇന്റർമീഡിയറ്റ് ഗുഡാണ്. പിന്നെ ജെയിം കെയ്ൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്, അറിയാലോ ജെയിം കെയ്ൻസ് എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മാക്രോ എക്കണോമിക്സുമായിട്ടാണ് അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫേംസ് ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്, നേരത്തെ പറഞ്ഞത് വേറെ രീതിയിൽ ചോദിക്കുകയാണ്. അതായത് ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? അതിനെ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ്, ലാഭം എന്നാണ് അത് അറിയപ്പെടുന്നത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ,
the rate at which one exchanged for another currency. ഒരു രാജ്യത്തെ കറൻസി വേറൊരു രാജ്യത്തെ കറൻസിയുടെ ടേംസിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു റേറ്റിനെ വിളിക്കുന്ന പേരാണ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മള് ഇത്രയും കുറെ വർഷങ്ങളായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. 1 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാ ചാപ്റ്ററും നിങ്ങൾ നന്നായിട്ട് തന്നെ നോക്കുക. സോ ഇതൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. നമ്മൾ എസ്സേ അതേപോലെ തന്നെ ഷോർട്ട് എസ്സേ 2 മാർക്ക് 3 മാർക്ക് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും ആണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക്